ഇപ്പോഴത്തെ ഭാരവാഹികൾ ഇരിക്കുന്ന ഈ അസോസിയേഷനിൽ എന്റെ മുൻ അനുഭവത്തിന്റെ പേരിൽ എനിക്ക് ഇവിടെ വരാൻ ഏറ്റവും യോജിച്ച വസ്ത്രവും ഏറ്റവും നല്ല വസ്ത്രവും ഇത് തന്നെയാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഇങ്ങനൊരു വേഷത്തിൽ ഇവിടെ വന്നത്. പിന്നെ എന്റെ പ്രതിഷേധത്തിന്റെ ഭാഗം കൂടി ആയിട്ടാണ്. അങ്ങനെ 6-ാം നൂറ്റാണ്ടിലെ ആ പ്രാകൃത വേഷത്തിന്റെ സുഖവും സുരക്ഷിതത്വവും 21-ാം നൂറ്റാണ്ടിലെ പുരോഗമനവാദികൾ വരെ സമ്മതിക്കുകയാണ്. 6-ാം നൂറ്റാണ്ടിലെ ഖുർആനിൽ സ്ത്രീകളോട് ശരീരം മറയുന്ന വസ്ത്രം ധരിക്കാൻ ആവശ്യപ്പെട്ട ശേഷം പറയുന്നുണ്ട്, അവർ തിരിച്ചറിയപ്പെടാനും ഉപദ്രവിക്കപ്പെടാതിരിക്കാനും അതാണ് ഏറ്റവും അനുയോജ്യം. ഒരു വസ്ത്രം ധരിച്ചതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ പരിഹാസം നേരിടേണ്ടി വന്നത് ഒരുപക്ഷെ പർദ്ദയും ഹിജാബും ധരിച്ചതിന്റെ പേരിലാവും. ചാക്കിൽ പൊതിഞ്ഞവളെന്നും 6-ാം നൂറ്റാണ്ടുകാരിയെന്നും അപരിഷ്കൃതയെന്നും ഒക്കെ പരിഹാസം കേട്ടവർ. ഈ ഹിജാബ് ധരിക്കാനാണ് സ്കൂളുകളിൽ പെൺകുട്ടികൾക്ക് സമരം ചെയ്യേണ്ടി വന്നത്. ഇതിനാണ് ഇന്ത്യൻ കോടതികളിൽ പൗരാവകാശത്തിന് വേണ്ടി വാദങ്ങൾ നടന്നത്. അതെ, ഈ ഹിജാബ് നിങ്ങൾക്ക് ചാക്കാണെങ്കിൽ സ്ത്രീകൾക്ക് ഇത് മറയും സുരക്ഷിതത്വവുമാണ്.